ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ട് വരുന്നതുണ്ടെങ്കിൽ അനാമിക പുതുതായിട്ട് വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുള്ള കണ്ടൻറ്റാണ് മെയിനായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവർ അമ്പലത്തിൽ പോയപ്പോൾ പോലും ഉണ്ടെങ്കിൽ അമ്മയോ വീട്ടുകാരോ അങ്ങനത്തുള്ള ആരും വന്നിട്ടില്ലായിരുന്നു. അവർ 3 പേര് മാത്രമാണ് പൊയ്ക്കൊണ്ടേ ഇരുന്നത്. സോ ഈ സമയത്തുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു വീട്ടുകാരും എല്ലാവരും കൂട്ടി പോകണമെന്നായിരുന്നു ആഗ്രഹം, അമ്മയും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ട് അങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. എന്തുവാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരുപാട് പേര് ഇതേ കണക്ക് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ മക്കളെ ഒന്നും വേണ്ടാതായി, ഇപ്പോൾ ഉണ്ടെങ്കിൽ അയാളെ മാത്രം മതി എന്നുള്ള രീതിയിലാണെന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. അത് സത്യമാണെന്നൊന്നും അറിയത്തില്ല. ഇനി അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് ഫാമിലിയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊണ്ടെങ്കിൽ ഇവർ വേറെ രീതിയിൽ വേറൊരിടത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അമ്മയായിട്ട് വലിയ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു മാസമായിട്ടുള്ള വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ടുവരുന്നതോ അമ്മയായിട്ടുള്ള ഒരു സംസാര കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയുള്ള ഇഷ്യൂവിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് സൂചിപ്പിക്കുന്നുമുണ്ട്. സോ അത് എന്തുകൊണ്ടെന്നുള്ള ഒരു കാര്യം തുടർന്ന് പറയുന്നതും ഇല്ല.